ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. നമ്മളുടെ പ്രിയങ്കരനായ മാഷ് ശ്രീനിവാസൻ പന്തലിങ്കൽ നയിക്കുന്ന ലളിത സഹസ്രനാമ പഠന ക്ലാസ്സാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരംഭിക്കാം മാഷിനെ. നമസ്കാരം എല്ലാവർക്കും. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം. വെള്ളപ്പളുങ്കുനിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ജഗദംബയുടെ മക്കളായ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ 6ാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ ലളിതാ സഹസ്രനാമ ശ്ലോകങ്ങളിൽ പ്രവേശിച്ചു. ഒരു ശ്ലോകം മുഴുവൻ കണ്ടു. ഒരു ശ്ലോകം, 2ാമത്തെ ശ്ലോകവും നമ്മൾ പദാർത്ഥം അറിഞ്ഞു. കുറച്ചുകൂടി അതിനൊന്ന് വിശദീകരിക്കാം. അതിനു മുന്നേ നമുക്ക് 1 മിനിറ്റ് ദേവിയുടെ ആ പ്രഭാപൂരിതമായിട്ടുള്ള ചുവന്ന ആ നിറം അത് മനസ്സിൽ ഒന്ന് കണ്ണടച്ച് 1 നിമിഷം ധ്യാനിച്ച് ദേവിയുടെ ആ നിറം, ആ അരുണാഭ നമ്മുടെ ഹൃദയ കമലത്തിൽ പ്രതിഷ്ഠിക്കാം. അതിനുശേഷം നമുക്ക് തുടങ്ങാം. ഓം ശ്രീമാത്രേ നമഃ. നമ്മള് ദേവി ആരാണെന്ന് കണ്ടു. ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ഇതെല്ലാം നമ്മൾ വിശദമായി കണ്ടു. മഹാറാണിയാണ്, പ്രപഞ്ചത്തിന്റെ അധിപതിയാണ് ദേവി. അത് കഴിഞ്ഞാൽ ചിദഗ്നികുണ്ട, എവിടുന്നാണ് ദേവി വന്നത്? ചിദഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത. എന്തിനാണ് ദേവി വന്നത്? ദേവകാര്യ സമുദ്യത. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ കണ്ടു. അപ്പോ അതിനുശേഷം നമ്മള് ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്യുത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. ഈ ശ്ലോകമാണ് നമ്മൾ 2ാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതില് 4 നാമങ്ങളാണുള്ളത് എന്ന് നമ്മൾ കണ്ടു. ഉദ്യദ്ഭാനു സഹസ്രാഭ, ചതുർബാഹു സമന്യുത 2ാമത്തെ നാമം, രാഗസ്വരൂപ പാഷാഢ്യ എന്നുള്ളത് 3ാമത്തെ നാമം, ക്രോധാകാരാങ്കുശോജ്വല എന്നുള്ളത് 4ാമത്തെ നാമം. ഇങ്ങനെ 4 നാമങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോ ഉദ്യദ്ഭാനു സഹസ്രാഭ, ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയർന്ന പോലത്തെ ശോഭയുള്ള ദേവിയാണ് എന്നാണ് അതിന്റെ പദാർത്ഥം. നമ്മൾ ഇതും കണ്ടു. ആ ദേവിയെ കാണണമെങ്കിൽ നമ്മൾക്ക് നഗ്നനേത്രം കൊണ്ട് ഒരു സൂര്യനെ പോലും കാണാൻ സാധിക്കാത്ത നമ്മൾക്ക് അത് കാണണമെങ്കിൽ ആ ഉൾക്കമലത്തിലുള്ള ആ മനക്കണ്ണ് തുറക്കണം. മനസ്സാകുന്ന കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ ദേവിയുടെ ആ രൂപം നമ്മളുടെ ഹൃദയകമലത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ മനസ്സ് തുറക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ ഉദ്യദ്ഭാനു സഹസ്രാഭ എന്നുള്ള ആ നാമം കൊണ്ട് ദേവി ഉദ്ദേശിക്കുന്നത്. അപ്പോ ഉദ്യദ്ഭാനു ഏത് നാമം നമ്മൾ പറയുമ്പോഴും ഉദ്യദ്ഭാനു സഹസ്രാഭ എന്ന് പറഞ്ഞാൽ 1000 സൂര്യചന്ദ്രന്മാർ ഉദിച്ച പ്രഭയോട് കൂടിയ ദേവി എന്ന് എല്ലായിടത്തും ദേവി എന്ന് ചേർക്കണം. അപ്പോഴാണ് ആ നാമം പൂർണ്ണമാവുള്ളൂ. അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനസ്സ് നമുക്ക് ആവശ്യം? കാരണം പ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്ന ബ്രഹ്മാണ്ടേശ്വരി ആയിരിക്കുന്ന ഈ ദേവിയെ നമ്മൾക്ക് ആരാധിക്കണമെങ്കിൽ ആ ദേവിയുടെ രൂപം മനസ്സിൽ പതിയണം. അതിനാണ് ആദ്യം നമ്മൾ ആ ചുവന്ന പ്രകാശത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തത്. ഇപ്പോ നമുക്ക് കാണാൻ പറ്റും 1000 സൂര്യന്മാർ, 1000-ലധികം, ആയിരക്കണക്കിന് സൂര്യന്മാർ. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 എന്ന് മാത്രമായിട്ട് അർത്ഥമില്ല, അനവധി എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പൊ അനവധി ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചിരിക്കുന്ന ആ പ്രഭയുള്ള ആ ദേവി എങ്ങനത്തതാണ്? ചതുർബാഹു സമന്യുത. അപ്പോ ദേവിയുടെ കൈകളാണ് ആദ്യം വിവരിക്കുന്നത്. നമ്മൾ ദേവന്മാരെയും ദേവികളെയൊക്കെ എന്ത് വിശദീകരണം നടത്തുകയാണെങ്കിലും ഒന്നെങ്കിൽ പാദാദികേശമായിരിക്കും, അല്ലെങ്കിൽ കേശാദിപാദമായിരിക്കും. ഒന്നുകിൽ ശിരസ് മുതൽ പാദം വരെയുള്ള വർണ്ണന,
ഇപ്പൊ അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ അവലി ലോഭനീയം എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ ശിരസ്സിന് താഴത്തേക്ക് നമ്മൾ അങ്ങനെ വിവരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പാദം മുതൽ ശിരസ് വരെ പോകും. അപ്പോ ഈ രണ്ട് ഇതും ചെയ്യാതെ ഇവിടെ വശിന്യാദി ദേവതകൾ ആദ്യം ദേവിയുടെ രൂപം നമുക്ക് കാണിച്ചു തരുന്നത് കൈകളാണ്. ഇപ്പൊ നമ്മള് ഒരുപക്ഷെ ഇവിടെ നമ്മുടെ കോയമ്പത്തൂർ ഈശ ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ ഭൈരവിയുടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു രൂപം അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ നിന്നും ഗുരു അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ രൂപത്തിന് കൈകൾ മാത്രമേ ഉള്ളൂ, ഉടലും കൈകളും മാത്രം. അപ്പൊ ആ കൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി കർമ്മനിരതയാണ്. ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചത് തന്നെ ഈ മൂന്ന് വിഷ്ണു, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശൻ ഇവരെല്ലാവരും കൂടി ഇവരുടെ ശക്തികളൊക്കെ സമന്വയിച്ചിട്ടുള്ള ദേവിയായിട്ടുള്ള പ്രപഞ്ച മാതാവാണ് ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. അപ്പോ സൃഷ്ടികർത്തിയാണ് ദേവി. ഇനി ഒരു നാമത്തിൽ വരുന്നുണ്ട്, സൃഷ്ടികർത്തി, ബ്രഹ്മരൂപ, ഗോപ്ത്രി, ഗോവിന്ദരൂപിണി, സംഹാരിണി, രുദ്രരൂപ. അപ്പൊ എല്ലാ രൂപങ്ങളും ദേവി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. നമ്മള് ആദ്യം തന്നെ നമ്മൾ കണ്ടു ദേവി എല്ലാ തരത്തിലും സൃഷ്ടി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്ഥിതി നടത്തുന്നുണ്ട്, അതുപോലെ സംഹരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആ മഹാരാജ്ഞി എന്ന പദം വിശദീകരിച്ചപ്പോൾ കണ്ടു. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. ചതുർബാഹുല കർമ്മനിരതയായിട്ടുള്ള കൈകളാണ് ദേവിയുടെ ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത് ആ കൈകളാണ്. അതുകൊണ്ടാണ് വശിന്യാദി ദേവതകളും ഋഷിമുനികളും നമുക്ക് ആദ്യം തന്നെ ദേവിയുടെ കൈകളെ കാണിച്ചു തരുന്നത്. ആ കൈകളിൽ എന്താണ്? രാഗസ്വരൂപ പാശാഠ്യം. നമ്മൾ കണ്ടു, രാഗസ്വരൂപമായിരിക്കുന്ന പാശവും ക്രോധാകാരമായിരിക്കുന്ന അങ്കുശവും. ഒരു കയ്യിൽ കയറും ഒരു കയ്യിൽ അങ്കുശം എന്ന് പറഞ്ഞാൽ ആനത്തോട്ടി, കൊക്കുള്ള തോട്ടി, ഇത് രണ്ടും ഉണ്ട്. ഇനിയോ ഈ രാഗസ്വരൂപമായ പാശം, ഇതിനെ ഒന്ന് നമ്മൾ വിവരിക്കുകയാണെങ്കിൽ ഈ വേൾഡ് അല്ലെങ്കിൽ എന്താ പറയുക, ഈ ബ്രഹ്മാണ്ടം തന്നെ അല്ലെങ്കിൽ ഈ ലോകം തന്നെ അട്രാക്ഷൻ, റിപ്പൽഷൻ എന്നുള്ള രണ്ട് തിയറിയിലാണ് നടക്കുന്നത്. ആകർഷണ വികർഷണങ്ങളാണ് ഈ ബ്രഹ്മാണ്ടത്തെ ചലിപ്പിക്കുന്നത് തന്നെ. നമ്മൾ ഗുരുത്വാകർഷണമാണെങ്കിലും ചന്ദ്രന്റെ ആകർഷണമാണെങ്കിലും എല്ലാം നമ്മൾക്കറിയാം ആകർഷണമാണ്. പക്ഷെ അതല്ലാതെ രാഗസ്വരൂപം, രാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ അനുരാഗം അല്ലെങ്കിൽ ആ സ്നേഹഭാവം, അത് എല്ലാവരെയും ബന്ധിപ്പിക്കുന്നത് എന്താണ്? ആ രാഗഭാവമാണ്. അപ്പോൾ ആ രാഗസ്വരൂപമായിട്ടുള്ള ആ പാശം, ദേവി ആ പാശം ചലിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും നിലനിർത്തുന്നത് നമ്മളുടെ. അത് ശത്രുതയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, എന്ത് ബന്ധമാണെങ്കിലും അതെല്ലാം ദേവി നിലനിർത്തുന്നത് ഈ ഒരു ആ സ്നേഹം അല്ലെങ്കിൽ ആ അനുരാഗം എന്നുള്ള ആ പാശം കൊണ്ടാണ്. ഇതേ പാശം തന്നെ ബന്ധിക്കാനും ദേവിക്ക് നമ്മളെ ഉപയോഗിക്കാം. പക്ഷെ നമ്മളിപ്പോ ആ ഒരു അട്രാക്ഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. അങ്ങനെയുള്ള ആ പാശം കയ്യിലുള്ള ദേവി ക്രോധാകാരയാകുമ്പോൾ ക്രോധാകാരമായിട്ടുള്ള ഒരു അങ്കുശവും ദേവിയുടെ കയ്യിലുണ്ട്. അപ്പോ രാഗസ്വരൂപമായിട്ടുള്ള പാശം കയ്യിൽ ധരിച്ച ദേവി, അതുപോലെ തന്നെ ക്രോധാകാരമായിട്ടുള്ള അങ്കുശം കയ്യിൽ ധരിച്ച ദേവി. ഈ രണ്ടും ഓപ്പോസിറ്റ് ആണ് ഇവിടെ. ഒന്ന് രാഗമാണ്, അനുരാഗമാണെങ്കിൽ ഒന്ന് ക്രോധമാണ്, ദ്വേഷമാണ്. അപ്പോ നമ്മളുടെ എല്ലാം ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, എല്ലാം ദേവിയുടെ കൈകളിലാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സമർപ്പണ മനോഭാവമാണ് വേണ്ടത്. അല്ലാതെ ദേവിയല്ലേ ചെയ്യിപ്പിക്കുന്നത്, ഞാൻ നന്മ ചെയ്താലും തെറ്റ് ചെയ്താലും, എൻ്റെ മനസ്സിലെ തെറ്റായ ചിന്തകൾ വന്നാലും, ഞാൻ തെറ്റായ പ്രവൃത്തി ചെയ്താലും എല്ലാം എനിക്ക് ന്യായീകരിക്കാം എന്നല്ല ഇവിടുത്തെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതെല്ലാം ചെയ്യുന്നത് ദേവിയാണെന്നുള്ള പൂർണ്ണ മനോഭാവത്തോടു കൂടി എല്ലാ കർത്തവ്യങ്ങളും നല്ല മനസ്സോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സറണ്ടർ എന്നുള്ള ഭാവമാണ്. കാരണം ഈ രാഗവും ഈ ദ്വേഷവും അതുപോലെ തന്നെ ഈ എല്ലാ ബന്ധനങ്ങളും ഇവിടെ ദേവിയുടെ ആ കൈകളാണ് നടക്കുന്നത് എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ദേവിയുടെ കൈകളാലാണ് നടക്കുന്നത്. ഇവിടെ രാഗസ്വരൂപ പാശാഠ്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, രാഗങ്ങള് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നുള്ള എല്ലാ തരത്തിലുള്ള രാഗങ്ങളിലും ഒന്നാണ് രാഗം. അതുപോലെ തന്നെ ഇതെല്ലാം ഈ രാഗങ്ങളിൽ
എല്ലാം എടുത്ത് ആഢ്യയായവളാണ്. ഇതെല്ലാം ദേവി ധരിക്കപ്പെട്ടവളാണ്. പാശം അങ്ങനെ ധരിച്ചിരിക്കുകയാണ് ദേവി. ഇനിയോ അങ്കുശത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ അങ്കുശം ആനയെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മുടെ മനസ്സ് തന്നെ ഒരു ആനയെ പോലെ ഇങ്ങനെ മതിച്ചു നടക്കുന്ന മനസ്സാണ്. അപ്പൊ ദേവിയുടെ ആ അങ്കുശത്തിന്റെ സ്മരണയുണ്ടെങ്കിലാണ് നമുക്ക് ആ ദേവി സ്മരണയാണ് ഒരു അങ്കുശ രൂപേണ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ച് അതിനെ സത്കർമ്മങ്ങളിലേക്ക് അല്ലെങ്കിൽ തെറ്റായ ചിന്താഗതിയിൽ നിന്ന് മാറ്റി ശരിയായ വഴിയിലൂടെ നടത്തുന്നത് എന്നുള്ളത് ഈ അങ്കുശത്തെ സൂചിപ്പിക്കുന്നു, ആനത്തോട്ടിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ 2 ആയുധങ്ങൾ നമ്മൾ പറഞ്ഞു ദേവിയുടെ. ഇനിയോ ഇവിടെ നമ്മൾ ഒരു പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ 4 കൈകളുള്ള ദേവി, അല്ലെങ്കിൽ 10 ദിശകളിലേക്ക് രഥമോടിക്കുന്ന ദശരഥൻ, ഇങ്ങനെയൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ചതുരാനനൻ, 4 മുഖങ്ങളുള്ള ബ്രഹ്മാവ്, ഇതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ മിത്താണ്, ഇതൊന്നും ശരിയല്ല എന്നുള്ള ഒരുപാട് ചിന്താഗതികൾ കൊണ്ട് പലരും വരും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് കാണാൻ പറ്റാത്ത എന്തെല്ലാം പ്രതിഭാസങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തിലുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ശബ്ദതരംഗങ്ങൾ മാത്രമേണ് നമ്മുടെ കാതുകൾക്ക് ശ്രവിക്കാൻ പറ്റൂ. അതേസമയത്ത് ഒരു ഡോൾഫിൻ, അതിലും വളരെ കുറഞ്ഞ തരംഗങ്ങളും, അതുപോലെ ഒരു ആന, ഇവർക്കൊക്കെ അതിൽ വളരെ കൂടിയ ശബ്ദതരംഗങ്ങളും വളരെ ചുരുങ്ങിയതും ഈ നമ്മുടെ ശബ്ദതരംഗങ്ങളും എല്ലാം കേൾക്കാം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കേൾവി വളരെ പരിമിതമാണ്. അതുപോലെ നമ്മുടെ കാഴ്ചശക്തി, നമ്മൾ പറയും വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പരുന്തിന് അതിന്റെ ഇരയെ വളരെ താഴത്തുനിന്ന് തന്നെ, ഉയരത്തുനിന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. ജലത്തിന്റെ അടിയിൽ നിന്ന് പോലും മത്സ്യത്തിനെ കണ്ടെത്തി എടുത്തു പോകാൻ പറ്റും ഒരൊറ്റ റാഞ്ചലില്. അപ്പോൾ അവരുടെ കാഴ്ചശക്തിയുടെ അടുത്ത് പോലും നമ്മൾ എത്തുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഘ്രാണശക്തി, ഒരു ആളുടെ ഒരു പോലീസ് നായക്ക് അതിന്റെ ഘ്രാണശക്തി കൊണ്ട് മണത്ത് ആ ഒരു വസ്ത്രം പോലും മണത്തിട്ട് കള്ളനെ പിടിക്കാൻ പറ്റും. അപ്പോ നമ്മൾ ഒരു ശക്തിയിലും നമ്മൾ എത്രയോ വലുതാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഒരു ശാസ്ത്രം ഇവിടെ കൊണ്ടുവരാൻ, കാരണം ശാസ്ത്രം പറഞ്ഞില്ല, റിപ്പൽഷൻ അട്രാക്ഷൻ തിയറിയിലാണ് ഈ ലോകം നടക്കുന്നത് എന്ന ദേവി ഇവിടെ രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആർക്കും അത് വിശ്വാസമാവില്ല. കാരണം ഹയഗ്രീവൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ വശിന്യാദി ദേവതകൾ പറഞ്ഞാൽ ശരിയല്ല, അഗസ്ത്യ മുനി പറഞ്ഞാൽ ശരിയല്ല. ഇതെല്ലാം പല പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതൊക്കെ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു തിയറി കൊണ്ടുവന്നത്, ദ ഗ്രേറ്റ് എക്സ്പ്ലോഷൻ തിയറി, ഒരു വലിയ സ്ഫോടനം ഉണ്ടായി എന്ന്. അപ്പൊ ആദ്യം ഇവർ പറയുന്നത് എന്താണ് ഈ തിയറിയില്? ഫിസിക്കൽ എനർജി മാത്രമേയാണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതെങ്ങനെ ഉണ്ടായി? അതിന് ഒരു എക്സ്പ്ലനേഷനും ഇല്ല. അപ്പൊ ഈ ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഈ പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിക്കാൻ ഉള്ള ശക്തിയുള്ള ആ ദേവി തന്നെയുള്ള ദേവിയുടെ ആ ഊർജം തന്നെയാണ് ഈ ഫിസിക്കൽ എനർജി എന്ന് ഇവർ പറയുന്നത്. പക്ഷെ അതിനെ ഫിസിക്കൽ എനർജി എന്തോ കാരണം കൊണ്ട് സാന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ സാന്ദ്രമായിട്ട് അത് തണുത്ത് കട്ട പിടിച്ചു. അങ്ങനെ അത് ചെറിയ ചെറിയ മാസുകളായി എന്ന് പറഞ്ഞ പിണ്ഡങ്ങളായി മാറി എന്നാണ് അടുത്ത തിയറി. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ അത് തണുത്തു, എങ്ങനെ തണുത്തുറഞ്ഞ് അത് കട്ട പിടിച്ചു, എങ്ങനെ അത് പിണ്ഡമായി, ഇതിനൊന്നും എങ്ങനെ എന്നുള്ളതിനൊന്നും അർത്ഥമില്ല, ചോദിക്കാൻ പാടില്ല. നമ്മൾ 4 കയ്യ എന്ന് പറഞ്ഞാൽ ഉടനടി മിത്തായി മാറി. അത് കഴിഞ്ഞ് ഇത് തന്നെയാണ് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം. ആ ശക്തി കാണുമ്പോൾ അതാണ് പറയുന്നത്, സാന്ദ്രാനന്ദാവമായിട്ടുള്ള ബോധമാണ് എന്ന് പറയുന്നു അവിടെ. അതേപോലെയാണ് അതിനൊന്നും ഉത്തരമില്ലാതെ ഇവിടെ പറയുന്നു തണുത്തുറഞ്ഞു, സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ തണുത്തുറഞ്ഞ ഈ ചെറിയ ചെറിയ പിണ്ഡങ്ങളെല്ലാം ഒരുമിച്ച് കൂടി അട്രാക്ഷൻ വീണ്ടും അങ്ങനെ കൂടിയതിന് ശേഷം അത് ഒരു വലിയ മാസായി മാറി എന്നാണ് പറയുന്നത്, വലിയൊരു പിണ്ഡമായി മാറി. അത് കഴിഞ്ഞ് ആ പിണ്ഡത്തിലെ തന്മാത്രകളൊക്കെ അടുത്തപ്പോൾ, വീണ്ടും അടുത്തപ്പോൾ അത് അട്രാക്ഷൻ റിപ്പൽഷൻ കാരണം തമ്മിൽ ഇടിക്കാൻ തുടങ്ങി. ആ ഇടിച്ചതിൽ നിന്നും വളരെ വലിയ ഊർജം ക്രിയേറ്റ് ചെയ്തു. ആ ഊർജം കൊണ്ട് ഇതെല്ലാം ഒന്നായിട്ട് ഇങ്ങനെ കത്തി ജ്വലിച്ചു നിന്നു എന്നാണ് പറയുന്നത്, ചുട്ടു പഴുത്തു നിന്നു. അതാണ് അടുത്ത തിയറി. എങ്ങനെ, എന്തുകൊണ്ട് എന്നുള്ളതൊന്നും ഇവിടെ ചോദ്യമില്ല. അതിനുശേഷം അത് പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിച്ചതിന് ശേഷം ഇതിങ്ങനെ ബ്രഹ്മാണ്ഡമായിട്ട് എല്ലായിടത്തും ചിതറി നടക്കുന്നു. ഇവിടെ ഒരു ചെറിയ കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങളും ഞാനും ഇരിക്കുന്ന
ഈ ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത് 1,07,000 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ്. തെളിയിക്കപ്പെട്ടതാണ്. 1,07,000 കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൊർണൂരിൽ നിന്നും നമുക്ക് കൊച്ചിയിൽ എത്ര നിങ്ങൾ 100 കിലോമീറ്റർ ആണെന്ന് കഷ്ടിന്ന് കൂട്ടിക്കോളൂ. 3 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ കൊച്ചിയിലെത്തും. ഈ ഭൂമിയുടെ സ്പീഡില് നിങ്ങൾ സഞ്ചരിച്ചാൽ ഇവിടുന്ന് ബറോഡയിൽ നിന്ന് അഹമ്മദാബാദിൽ 3 സെക്കൻഡ് കൊണ്ട് എത്തും. 1,07,000 കിലോമീറ്റർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ ഭൂമിയിലാണ് 365 ദിവസം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ അങ്ങനെ ഈ സ്പീഡിൽ പോയാലും ഭൂമിക്ക് എടുക്കും. അതുകൊണ്ടാണ് ഒരു വർഷം. അപ്പൊ ഈ കാലം കലണ്ടർ എന്ന് പറഞ്ഞിട്ട് ജൂലിയസ് സീസർ ഉണ്ടാക്കിയെന്നൊന്നും പറഞ്ഞാൽ അതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. ആകെ അടിസ്ഥാനമുള്ള സൂര്യനെയും ചന്ദ്രനെയും അടിസ്ഥാനമാക്കിയിട്ട് ഈ ഭൂമി കറങ്ങുമ്പോൾ എടുക്കുന്ന സമയത്തിന് മാത്രമേ അടിസ്ഥാനമുള്ളൂ. അതുകൊണ്ടാണ് നമ്മളുടെ എല്ലാ കണക്കുകളും അതിനെ അനുബന്ധിച്ചിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഓരോ ദിവസം കൊടുക്കുന്നു, അങ്ങനെ അത് ഉണ്ടാക്കുന്നു. ഇവിടെ ദേവിയുടെ ശക്തി ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇത് തന്നെ നമ്മൾ അടുത്തറിയുകയാണെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിരിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹം തന്നെ 1,07,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അത് തന്നെ അതിന്റെ സ്വന്തം ഒരു അച്ചുതണ്ടില് സ്വയം തിരിയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കറങ്ങുന്നതിനോട് കൂടി തന്നെ സ്വയം തിരിയുന്നു. പകലും രാത്രി ഉണ്ടാവുന്നത് സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും സൂര്യൻ അഭിമുഖം അല്ലാത്ത ഭാഗത്ത് രാത്രിയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു സ്പീഡ് 1,670 കിലോമീറ്ററേ ഉള്ളൂ. ഭൂമി സ്വയം തിരിയുന്നത് 1,670. അങ്ങനെ ഒന്ന് തിരിയാൻ ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ 24 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് നമുക്ക് ഒരു പകലും ഒരു രാത്രിയും അനുഭവപ്പെടുന്നത്. കുറച്ചും കൂടി സ്പീഡിൽ തിരിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് ഒരു ദിവസം 2 പകലും 2 രാത്രിയാവും. എല്ലാം പോകും. പെട്ടെന്ന് ഭൂമി സ്പീഡിൽ തിരിയാൻ തുടങ്ങിയെന്ന് കരുതുക, കുറച്ചുകൂടി. എന്നാൽ നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ സ്പേസ് സ്റ്റേഷൻ 400 കിലോമീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും മുകളിലാണ് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ബ്രഹ്മാണ്ടത്തിനെ പഠിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 400 കിലോമീറ്റർ ദൂരത്തിരിക്കുന്ന സ്പേസ് സ്റ്റേഷനില് ആ സ്പേസ് സ്റ്റേഷൻ എത്ര കിലോമീറ്റർ വേഗതയിലാണ് ഈ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഭൂമി കറങ്ങുന്നത് പോലെ തന്നെയാണ് അത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇപ്പൊ ഇന്ത്യയുടെ മുകളിൽ വെച്ചാൽ എപ്പോഴും ഇന്ത്യയുടെ മുകളിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതേ പറ്റൂ. പക്ഷേ അത് ചുറ്റുന്നത് എത്ര സ്പീഡിലാണ്? 28,000 കിലോമീറ്റർ പെർ അവറിലാണ്. ഭൂമി സ്വയം കറങ്ങുന്നത് വെറും 1,670 കിലോമീറ്ററിലാണ്. അപ്പോ സാറ്റലൈറ്റ് ഈ സ്പേസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു സയന്റിസ്റ്റിന് 16 പകലും 16 രാത്രിയും ഒരൊറ്റ ദിവസം 24 മണിക്കൂർ കൊണ്ടുണ്ടാവും. കാരണം അത്രയും സ്പീഡിലാണ് അത് ഭൂമിയെ ചുറ്റുന്നത്. ഭൂമിയിൽ എത്ര സ്പീഡ് ഉണ്ടോ അത്രയും പകലും രാത്രി അതിനാവും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നു. അതുപോലെ ഭൂമിയിൽ മാത്രം അന്തരീക്ഷം എന്നുള്ള കനത്തൊരാവരണം കൊടുത്തിട്ടുണ്ട്, അല്ലെ? ആ ആവരണം കൊണ്ടാണ് ഇത് തണുത്തുറഞ്ഞു പോവാത്തതും ചുട്ടുപൊട്ടാത്തതും. അല്ലെങ്കിൽ ഭൂമിയുടെ അത്രയും ദൂരത്താണ് ചന്ദ്രൻ ഇരിക്കുന്നത് സൂര്യനിൽ നിന്ന്. ചന്ദ്രനിലെ പകലെ താപനില 100 ഡിഗ്രിയും രാത്രിയിലെ താപനില 200 ഡിഗ്രിയാണ്. ആലോചിച്ച് നോക്കൂ. ചന്ദ്രനിൽ എന്താ ആള് പോവാത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിന്റെ ഉത്തരങ്ങള്. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വേണം, പെട്ടെന്ന് തിരിച്ചു പോരും വേണ്ടി വരും. അപ്പോ ഈ ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചർ പകൽ സമയത്തും 200 ഡിഗ്രി ടെമ്പറേച്ചർ മൈനസ് ആണ് കേട്ടോ. -200 രാത്രിയിലും. അത്രയും എക്സ്ട്രീം ടെമ്പറേച്ചർ. കാരണം അന്തരീക്ഷമില്ല. ഭൂമിയിലെ അന്തരീക്ഷത്തിന്റെ നമ്മൾ ദുരുപയോഗം ചെയ്ത് ഈ അന്തരീക്ഷത്തെ നശിപ്പിച്ചു കളഞ്ഞാൽ നമ്മളുടെ അവസ്ഥ അതുപോലെ തന്നെയായിരിക്കും. വീണ്ടും ചുട്ടുപഴുത്ത ഗോളമായി മാറും ഭൂമി. അപ്പോ ഇതെല്ലാം നിയന്ത്രിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പൂന്താനം പാടിയത് ഈ ഒരു ഭാരതഖണ്ഡത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഭാരതഖണ്ഡത്തിലെ ഒരു പുല്ലായിട്ടെങ്കിലും ഞാൻ പിറന്നാൽ എത്ര നന്നായി, എത്ര ഭാഗ്യവാനായിരുന്നു എന്ന്. ഇവിടെ ഈ പരാശക്തി തന്നെയാണ് ഇതെല്ലാം നിയന്ത്രിച്ച് കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഒരു ബോധവും നമ്മളുടെ ഒരു ശാസ്ത്രത്തിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഈ അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ ഗുരുത്വാകർഷണം ഭൂമിയിൽ മാത്രമെന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ ഒരു ശക്തിയാണ്. അതിനെ ഈ പാശ്ചാത്യർ എപ്പോഴും അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അവരതിനെ അൾട്ടിമേറ്റ് പവറിനെ ഗോഡ് എന്ന് വിളിക്കും. അവര് പറഞ്ഞാലെയാണ് നമ്മൾ വിശ്വസിക്കുള്ളൂ എന്നുള്ള ഒരു വളരെ പരിതാപകരമായ ഒരു സത്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ വരും തലമുറയെ വളർത്തിയെടുക്കണം. അതില്ലാത്തിടത്തോളം കാലം എന്താണ് സംഭവിക്കുന്നത്?
ഇതെല്ലാം ഇങ്ങനെ ലുപ്തമായി പോവും. ഇത്രയും നല്ല ഒരു സംസ്കാരം നമുക്ക് നമ്മുടെ ഋഷിമുനികൾ തന്നിട്ട് അത് നമ്മൾ കുറെ പഠിച്ചു, ഇനിയും പഠിക്കണം. നമ്മൾ എല്ലാം അറിഞ്ഞ ആളാവാനല്ല, പക്ഷേ ആ പ്രപഞ്ച സ്വരൂപിണിയുടെ ആ ഭാവം കണ്ട് അതിനെ മതിമറന്ന് നമ്മൾ നിൽക്കണം. അതിൽ നിന്നും ഉള്ള ആ ഒരു സോൾസ് നമ്മുടെ മനസ്സിൽ നമ്മൾ പതിപ്പിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഇപ്പൊ നമ്മൾ വൈകുന്നേരത്ത് നമ്മുടെ കുട്ടികളോട് നാമം ചൊല്ലാൻ പറയുകയാണെങ്കിൽ എന്താ ചെയ്യുക? സ്വയം ടി വിയോ അല്ലെങ്കിൽ മൊബൈലോ നോക്കിയിരിക്കും. എന്നിട്ട് കുട്ടികളോട് ഞായറാഴ്ചയെങ്കിലും നാമം ചൊല്ലാൻ പറയും. അവർ ചെയ്യില്ല. കാരണം നമ്മൾ തന്നെ മറ്റൊരാളെ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ ഈ പാശവും അങ്കുശത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ പാശവും അങ്കുശവുമാണ്, ഈ റിപ്പൽഷൻ അട്രാക്ഷൻ തിയറിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദേവി നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ടോട്ടൽ സറണ്ടർ എന്ന് പറഞ്ഞ് ദേവിയുടെ അടുത്ത് സറണ്ടർ ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം ദേവി എന്നുള്ള ആ കാരുണ്യ സ്വരൂപിണിയാണ് നമ്മളെ കൊണ്ടു നടത്തുന്നത്. ഇനി അടുത്ത നാമം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മുഴുവൻ ചൊല്ലാം ഒന്നുകൂടി. രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. അടുത്ത നാമമാണ് മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ഇനിയോ രണ്ട് കൈകളിലെ പറഞ്ഞു. ഇനിയോ മനോരൂപേക്ഷു കോദണ്ഡ, മനസ്സാകുന്ന ഇക്ഷുകോദണ്ഡം. ഇക്ഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പാണ്. ഇവിടെ ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പ് എന്നാണ് അർത്ഥം. കോദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ വില്ല്. അപ്പോ കരിമ്പിൻ വില്ലാണ് ദേവിയുടെ മുന്നിലുള്ള ഒരു കയ്യിലുള്ളത്. പാശം, അങ്കുശം, കരിമ്പിന്റെ വില്ല്. അപ്പൊ ഈ കരിമ്പിന്റെ വില്ല് മധുരം. കരിമ്പിന്റെ പുറത്ത് വളരെ കട്ടി കൂടിയ ഒരു കവചമാണ് കരിമ്പിന്റെ പുറത്തുള്ളത്. അത് മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ട് കടിച്ചെടുത്ത് മാറ്റിക്കഴിഞ്ഞാലേ ആ രസം നുണയാൻ നമുക്ക് പറ്റുള്ളൂ. ഇവിടെ ചഞ്ചലമായിരിക്കുന്ന മനസ്സിന്റെ ആ രസത്തെ സൂചിപ്പിക്കുന്നതാണ് ഒന്ന്. നമ്മൾ ഒരു പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം പറയുകയാണെങ്കിൽ നമ്മുടെ ചലിതമായിരിക്കുന്ന മനസ്സിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ഈ കരിമ്പിന്റെ ഉള്ളിലെ രസം അല്ലെങ്കിൽ ആ മധുരിമ. കാരണം മനസ്സൊരിക്കലും നമുക്ക് മടുക്കില്ല. എത്ര ദുഃഖമുണ്ടായാലും, അതുപോലെ തന്നെ എത്ര വിഷമങ്ങൾ ഉണ്ടായാലും, എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമ്മൾ മനസ്സ് മടുത്തു എന്ന് പറയാന്നല്ലാതെ മനസ്സ് മടുക്കില്ല. അപ്പൊ ആ മനസ്സിനെ നമുക്ക് അത്രയും ഇഷ്ടമാണ്. അപ്പൊ ആ മധുരിമ ഇവിടെ അതാണ്. അത് ദേവി മനസ്സാകുന്ന മനോരൂപേക്ഷു കോദണ്ഡ, മനസ്സിന്റെ രൂപമാകുന്ന ആ ഇക്ഷുകോദണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പിൻ വില്ലാണ് ദേവി ധരിച്ചിരിക്കുന്നത്. കരിമ്പിൻ വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആലോചിച്ച് നോക്കുക. ആ മധുരം നുണയാൻ വേണ്ടിയിട്ട് ഏറ്റവും ആനയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധനമാണ് കരിമ്പ്. അങ്ങനെ ആന ഈ കരിമ്പ് കടിച്ചിട്ട് അതിന്റെ രസം ഇറക്കി ഇനിയും ഇത് കിട്ടും എന്ന് കരുതിയിട്ട് പിന്നെയും ചവച്ചുകൊണ്ടേ ഇരിക്കത്രേ. അങ്ങനെ ആനയുടെ തൊണ്ടയിൽ മുറിവായി ചോര പോലും വരുന്നു. അപ്പൊ നമ്മളൊക്കെ ഇത് തന്നെയാണ്. ഈ ലോകത്തിലുള്ള മധുരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലിങ്ങനെ പെനഞ്ഞ് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ എന്താണ് സത്യത്തിൽ നമുക്ക് സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ മനോരൂപേക്ഷ കോദണ്ഡം എന്ന് പറയുമ്പോൾ ദേവിയുടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി നന്നായിട്ട് ഈ കരിമ്പിന്റെ ചട്ട മുഴുവൻ നമ്മൾ പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ അകത്തെ രസം കിട്ടും. ഇത് ദേവിയെ നമുക്ക് അറിയണമെങ്കിൽ ദേവി നമ്മുടെ മനസ്സില് നമ്മൾ പ്രതിഷ്ഠിക്കണം. ബാഹ്യമായിട്ട് ദേവിയെ കണ്ടെത്താൻ പറ്റില്ല. ആ രസം നുകരണമെങ്കിൽ നമ്മൾക്ക് ആ ദേവിയുടെ എല്ലാ ബാഹ്യമായിട്ടുള്ള എല്ലാ നമ്മുടെ ചക്ഷുക്കളും അടച്ച്, ക്രിയകളും അടച്ച് നമ്മൾ പോയാലാണ് നമ്മൾക്ക് ദേവിയെ കാണാൻ കിട്ടൂ, അല്ലെങ്കിൽ ആ രസം നുകരാൻ പറ്റൂ എന്നുള്ള ഒരു സൂചന കൂടിയുണ്ട് ഇവിടെ. അപ്പോ ഒരർത്ഥം കൂടിയായി ഈ മനോരൂപേക്ഷു കോദണ്ഡാകുന്നത്. പിന്നെയോ ഈ കരിമ്പിൻ വില്ല് എങ്ങനെയാണ്? അത് നല്ലവണ്ണം വളച്ചു കഴിഞ്ഞാൽ അത് വളയുന്ന രീതിയിലാണ്. അപ്പോ ദൃഢതയുള്ള ഒരു മനസ്സല്ല എല്ലാവർക്കും ഉള്ളത്. ദേവിയുടെ ആ കയ്യിൽ ആ കരിമ്പിൻ വില്ല് തന്നെ അതിന്റെ ഒരു സൂചനയാണ്. നമ്മുടെ മനസ്സ് ചഞ്ചലമുള്ളതാണ്, പെട്ടെന്ന് വളയുന്നതാണ്, പല സ്ഥലത്തും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ധ്യാനത്തിലൂടെ ദൃഢമാക്കണം അതിനെ. ലോഹത്തിലുള്ള ഒരു വില്ലാക്കി മാറ്റണമെങ്കിൽ, ശരിക്കും ഒരു വില്ല് എങ്ങനെ വേണം? ലോഹം കൊണ്ടുള്ളതായിരിക്കണം. അതാക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ധ്യാനത്തിലൂടെ നമ്മൾ വീണ്ടും ശക്തി കൊടുക്കണം. അപ്പോൾ മാത്രമേ ദേവിയുടെ പ്രത്യക്ഷ രൂപമായിട്ടുള്ള മധുര രസം നുണയാൻ നമുക്ക് പറ്റൂ എന്നുള്ള വളരെ മഹത്തായ ഒരു സൂചന കൂടിയുണ്ട് ഇവിടെ. അപ്പോ ഇവിടെ നമ്മുടെ അന്ധകരണം എന്ന് നമ്മൾ പറയും.
മനസ്സിനെ അന്ധകരണം എന്ന് പറയും. 4 തരത്തിലുള്ള അന്ധകരണത്തിന്റെ 4 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ബുദ്ധി, ഒന്ന് ചിത്തം, അത് കഴിഞ്ഞ് ഒന്ന് മനസ്സ്, അത് കഴിഞ്ഞ് ഒന്ന് അഹങ്കാരം. ബുദ്ധി, ചിത്തം, മനസ്സ്, അഹങ്കാരം. അപ്പൊ ബുദ്ധി നമ്മളെ ചിന്തിക്കാൻ എപ്പോഴും നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ചിത്തം എന്ന് പറഞ്ഞാൽ ഓർമ്മകളൊക്കെ സൂക്ഷിക്കാനുള്ള ആ ഒരു കഴിവാണ് ചിത്തമായിട്ട് നമ്മൾ ഇരിക്കുന്നത്. അത് കഴിഞ്ഞാൽ മനസ്സ് എന്ന് പറഞ്ഞാൽ ഭാവനാത്മകമായിട്ട് എവിടെയും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് അന്ധകരണത്തിന് മനസ്സിനെ കൊടുത്തിരിക്കുന്നത്. ഇനിയോ പിന്നെ ഒന്ന് അഹങ്കാരം, ഈഗോ, ഞാൻ എന്ന് പറയുന്നു. അഹം എന്ന് പറയുന്ന അഹങ്കാരമായിട്ടുള്ള ഈഗോ. ഈ 4 സാധനങ്ങളും മനസ്സിന്റെ 4 രൂപഭേദങ്ങളാണ്. ഇതെല്ലാം കൂടിയാണ്, ഇതെല്ലാം ഒതുക്കിയാലാണ് നമുക്ക് ശുദ്ധബ്രഹ്മം കിട്ടുക എന്നുള്ളത് നമ്മൾക്കറിയാം. അപ്പൊ ഇവിടെ ഈ മനസ്സിന്റെ അധിപതി കൂടിയാണ് ദേവി എന്നുള്ള ഒരർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ട് ദേവി എന്ത് നമ്മൾക്ക് തരികയാണെങ്കിൽ അതിനെ സ്വീകരിച്ച് നല്ല സദ്ബുദ്ധിയോടുകൂടി ദേവിയെ വണങ്ങുക എന്നുള്ളതാണ് മനോരൂപേക്ഷു കോദണ്ഡ എന്നുള്ള നാമത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്, ദേവിയുടെ ഈ നാമത്തിലൂടെ. ഇനി അടുത്ത കയ്യിൽ എന്താണ്? പഞ്ചതന്മാത്ര സായക. ഈ 4 ആയുധങ്ങൾ ശരിക്കും മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ദേവിയെ മറക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ളതാണ്. എന്താണ് ഈ 4 ആദ്യത്തെ നാമത്തിലെ ഏതായിരുന്നു? കയ്യിലെ പാശവും, അതുപോലെ തന്നെ അങ്കുശവും, അതുപോലെ തന്നെ മനോരൂപേക്ഷു കോദണ്ഡ എന്ന് പറയുന്ന ഈ കരിമ്പിൻ വില്ലും, അതുപോലെ പഞ്ചതന്മാത്ര സായക. പഞ്ചതന്മാത്രകള്, ഇവിടെ പഞ്ചതന്മാത്രകളാണ് ദേവിയുടെ സായകം. സായകം എന്ന് പറഞ്ഞാൽ അമ്പ്. എങ്ങനെയപ്പോ പഞ്ചതന്മാത്രകളായത്? പഞ്ചതന്മാത്രകൾ എന്ന് പറഞ്ഞാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇങ്ങനെ 5 അവസ്ഥകളിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ, ഈ ഭൗതിക പ്രപഞ്ചത്തിനെ നമ്മൾ അനുഭവിക്കാൻ നമുക്കിങ്ങനെ 5 ഇന്ദ്രിയ ഗുണങ്ങളാണ് തന്നിരിക്കുന്നത്. അതിന് കണക്റ്റഡ് ആയിട്ടുള്ള 5 ഇന്ദ്രിയങ്ങളുണ്ട്. ശബ്ദത്തിന് ശ്രവണേന്ദ്രിയം, സ്പർശത്തിന് ത്വക്ക്, അത് കഴിഞ്ഞ് രൂപത്തിന് നമുക്ക് തന്നിരിക്കുന്ന നേത്രം തന്നിരിക്കുന്നു, രസത്തിന് നമുക്ക് നാവ് തന്നിരിക്കുന്നു, അതുപോലെ തന്നെ ഗന്ധത്തിന് നമുക്ക് മൂക്ക് തന്നിരിക്കുന്നു. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങള് ഈ പഞ്ചതന്മാത്രകളില് എല്ലാം അനുഭവിക്കാൻ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്. ഇനി അതിനെ ഇവിടുന്ന് നമ്മൾ ബ്രഹ്മാണ്ടത്തിലേക്ക് പോവുകയാണെന്ന് കരുതുക. ഇവിടുന്ന് പിണ്ടാണ്ടം, ബ്രഹ്മാണ്ടം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അതുപോലെ തന്നെ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും നമ്മൾ ബ്രഹ്മാണ്ടത്തിന്റെ അനന്തതയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ആദ്യം ശബ്ദം ആകാശമാണ്. ഒരു മീഡിയ വേണം ശബ്ദത്തിന് പോകാൻ. അപ്പോൾ ആകാശത്തിൽ നിന്നാണ് ശബ്ദം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ വായുവിൽ നിന്നാണ് സ്പർശം ഉണ്ടായിരിക്കുന്നത്, അഗ്നിയിൽ നിന്നാണ് രൂപം ഉണ്ടായിരിക്കുന്നത്, ജലത്തിൽ നിന്നാണ് രസം ഉണ്ടായിരിക്കുന്നത്, പൃഥ്വിയിൽ നിന്നാണ് ഗന്ധം ഉണ്ടായിരിക്കുന്നത്. അപ്പോ 5 പഞ്ചഭൂതങ്ങളുമായി. പഞ്ചഭൂതം, പഞ്ചതന്മാത്ര, പഞ്ചേന്ദ്രിയങ്ങള്. അപ്പോ ഈ എല്ലാം ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ എല്ലാവിധ കഴിവുകളെയും നിയന്ത്രിക്കുന്ന ഇന്ദ്രിയങ്ങളെയും നമുക്ക് ആ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ദേവിയാണ്. അവിടെയാണ് ദേവിയുടെ ഒരു കയ്യില് പഞ്ചതന്മാത്ര സായക. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട അർത്ഥങ്ങളാണ് ഇതെല്ലാം. അപ്പോ മനോരൂപേക്ഷു കോദണ്ഡ, ഇക്ഷുകോദണ്ഡം കരിമ്പിൻ വില്ലാണ്. കരിമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടു? പഞ്ചതന്മാത്ര. ഇത് 2 കൈയിലും പിടിച്ചാൽ പോരാ, ഈ രണ്ടിനെയും ഒരുമിപ്പിക്കണം. അപ്പോഴാണ് അട്രാക്ഷനും റിപ്പൽഷനുമായിട്ട് ഈ ബ്രഹ്മാണ്ടം തന്നെ ചലിക്കുന്നത് എന്നുള്ള തിയറിയിൽ നമ്മൾ എത്തും, അല്ലേ? അപ്പോ പഞ്ചതന്മാത്ര സായക എന്നാണ്. അപ്പോ ഇവിടെ അതിനുശേഷം എന്താണ് ദേവി ചെയ്യുന്നത്? അടുത്ത നാമത്തില്, ഇത് ശ്ലോകം 3-ത്തെ അടുത്ത നാമമാണ് നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ട മണ്ഡല. ഒറ്റ നാമമാണ്. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ട മണ്ഡല. നിജാരുണ പ്രഭ, നിജമായിട്ടുള്ള തൻ്റെതായ അരുണപ്രഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയും ദേവി ചുവന്ന നിറത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ദേവിയെ നമ്മുടെ മനസ്സിൽ ആ ചുവന്ന പ്രഭയില് ആവാഹിച്ചു കൊണ്ടുവന്നത്. നിജാരുണ പ്രഭാപൂര മജ്ജത്. മജ്ജത് എന്ന് പറഞ്ഞാൽ മുങ്ങിയിരിക്കുകയാണ്, മുക്കിയെടുത്തിരിക്കുകയാണ്. എന്തില്? ആ അരുണപ്രഭയില്. അപ്പോ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ആ അരുണപ്രഭയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. നല്ല ചുവന്ന ബൾബിട്ട ഒരു ഇരുട്ടറയിൽ നമ്മൾ കയറുന്നത് പോലത്തെ പ്രതീതിയാണ്, മറ്റൊരു വെളിച്ചവും ഇല്ലാത്ത ഒരു റൂമില്.
അതുപോലെ സങ്കല്പിക്കൂ. വേഗം ദേവിയെ സങ്കല്പിക്കുന്ന ഒരു ആരാധനാ ഭാവം കൂടിയാണത്, ഈ ചുവന്ന നിറം മാത്രം സങ്കല്പിച്ചിട്ട് ദേവിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോ നിജാരുണ പ്രഭാപൂരം അജ്വത് ബ്രഹ്മാണ്ഡ മണ്ഡല. അങ്ങനെ ഈ ബ്രഹ്മാണ്ഡ മണ്ഡലത്തിനെ മുഴുവൻ മുക്കിയിരിക്കുകയാണ്. തൻ്റെ നിജമായിട്ടുള്ള അരുണപ്രഭയാൽ ഈ ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ അങ്ങനെ ചുവന്ന നിറത്തിൽ മുക്കിയിരിക്കുന്ന ആ ദേവിക്ക് നമസ്കാരം എന്നാണ് ഈ മന്ത്രനാമത്തിന്റെ അർത്ഥം. ഇതൊക്കെ മന്ത്രങ്ങളാണ്. അപ്പോ നിജാരുണ പ്രഭാപുരം അജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലം. അപ്പൊ ഈ 4 ശ്ലോകങ്ങളും ഈ ശ്ലോകവും വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സറണ്ടർ എന്നാണ് നമ്മൾക്ക് പിന്നെ ചെയ്യേണ്ടത്. ടോട്ടൽ സറണ്ടർ ആണ്. എല്ലാം ദേവിയുടെ കൺട്രോള്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള്, നമ്മുടെ പഞ്ചഭൂതങ്ങള്, അതുപോലെ തന്നെ പഞ്ചരസങ്ങള്, ഇതെല്ലാം ദേവിയുടെ ആ കരുണ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ ദേവിയുടെ മനസ്സ് നമ്മൾക്ക് ആ മനസ്സിലെ ദേവിയെ പ്രതീക്ഷിക്കാം. അങ്ങനെ ആ മധുരരസം നുണയാം എന്ന് ആ സറണ്ടർ, ആ മനോഭാവത്തില് തൻ്റെതായ അരുണപ്രഭയാൽ ഈ ബ്രഹ്മാണ്ഡത്തിനെ മുക്കിയെടുത്തിട്ടുള്ള ആ ദേവിയെ നമുക്ക് നമസ്കരിക്കാം എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ നാമം നമുക്ക് ഇവിടെ ഈ 3-ാമത്തെ ശ്ലോകം അവസാനിപ്പിക്കാം. ഇനിയോ 4-ാമത്തെ ശ്ലോകമാണ്. ഇപ്പൊ എങ്ങനെയാണ് കണ്ടത്? നമ്മൾ ആദ്യം കൈ കണ്ടു, കാരണം സൃഷ്ടികർമ്മത്തിന്റെ തുടക്കം തന്നെ അവിടുന്നാണ്. ഇനി ദേവിയുടെ കേശം മുതലുള്ള വർണ്ണനയാണ് വരുന്നത്. അപ്പോ ഈ 4 കൈയിലുള്ള 4 ആയുധങ്ങളും നമുക്ക് കാണിച്ചു തന്നു. അതിനുശേഷം 4-ാമത്തെ ശ്ലോകമാണ്. ചമ്പകാശോക പുന്നാഗ സൗഗന്ധികലസത്കജ കുരുവിന്ദമണി ശ്രേണി കനത്കോടീരമണ്ഡിത. ചമ്പകാശോക പുന്നാഗ സൗഗന്ധികലസത്കജ കുരുവിന്ദമണി ശ്രേണി കനത്കോടീരമണ്ഡിത. 72 നാമങ്ങൾ, 73 നാമങ്ങള്, 16 അക്ഷരങ്ങളുള്ളതാണ് എന്ന് നമുക്കറിയാം. 16 അക്ഷരം എന്ന് പറഞ്ഞാൽ ലളിതയുടെ ഉപാസകരൊക്കെ ശ്രദ്ധയോടെ ഇരിക്കണം. കാരണം 16 അക്ഷരങ്ങളുള്ളതാണ് ദേവിയുടെ ശ്രീവിദ്യാ മന്ത്രം. അപ്പോ 16 അക്ഷരങ്ങളുള്ള വലിയ നാമങ്ങളാണ്. ഇതിനെ അനർത്ഥമായി മുറിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പലപ്പോഴും ചൊല്ലുന്നുണ്ട് ചമ്പക അശോക പുന്നാക സൗഗന്ധിക, അത് കഴിഞ്ഞ് സൗഗന്ധി കലസത് കച എന്ന് പറയും. അപ്പോ അത് മുഴുവൻ തന്നെ ഒരുമിച്ച് ചൊല്ലണം. ചമ്പക അശോക പുന്നാക സൗഗന്ധിക ലസത് കച എന്നുള്ള ഒറ്റ നാമമാണ്. ഇവിടെയോ ഇപ്പൊ ദേവിയുടെ ഇനി കചത്തെയാണ് കാണിക്കുന്നത്. കചം എന്ന് പറഞ്ഞാൽ കേശം, മുടി. എങ്ങനത്തതാണ് ദേവിയുടെ കേശം? ചമ്പകം, അശോകം, പുന്നാകം. വേണമെങ്കിൽ സൗഗന്ധികം എന്നുള്ള ഒരു അർത്ഥമാക്കിയിട്ട് പറയാം. ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം, ഈ എല്ലാ പുഷ്പങ്ങളാലും ലസത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശോഭിക്കുന്ന, ഇത് എല്ലാം ഇങ്ങനെ തലയിൽ വെച്ച് ശോഭിക്കുന്ന ആ മുടിയോട് കൂടിയിട്ടുള്ള ദേവിക്ക് നമസ്കാരം എന്നാണ് ഈ നാമം പറയുന്നത്. ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത് കച. അപ്പോ ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ ചമ്പകം, അശോകം, പുന്നാകം. ഇനി മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ചമ്പകം, അശോകം, പുന്നാകം എന്നീ പുഷ്പങ്ങളുടെ സുഗന്ധത്താൽ പൂരിതമായിട്ട് ശോഭിക്കുന്നു. സൗഗന്ധിക ലസദ്വന, സുഗന്ധം ഇങ്ങനെ വരിക. ദേവിയുടെ ശങ്കരാചാര്യര് സൗന്ദര്യലഹരിയുടെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഈ പുഷ്പങ്ങൾക്കൊക്കെ ദേവിയുടെ കേശത്തിൽ നിന്നാണോ സുഗന്ധം കിട്ടിയിരിക്കുന്നത്, അതോ ദേവിയുടെ കേശത്തിന് ഈ പുഷ്പങ്ങളാണോ സുഗന്ധം കൊടുക്കുന്നത് എന്ന് സംശയിക്കുകയാണ് ശങ്കരാചാര്യര്. കാരണം ദേവി തന്നെ, ആ എല്ലാം ദേവിയുടെ തന്നെയാണ്. നമുക്ക് പറയാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കാം, ഇത് ദേവിയുടെ പുഷ്പം ഇങ്ങനെ ചൂടിയിരിക്കുക എന്ന് സുഗന്ധം വരുന്നു എന്നുള്ളത്. ഇവിടെ അപ്പോ നമ്മൾ രാത്രിയിലെ ഒരു ആകാശം, കറുത്ത വാവുള്ള രാത്രിയാണെന്ന് കൂട്ടിക്കോളും. ഒരു പ്രകാശവും ഇല്ല. നമ്മള് ടെറസിന്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെ ആ ആകാശം നിറയെ താരകൾ കാണാനുണ്ട്. അപ്പോ ഈ വലിയ പ്രപഞ്ചം മുഴുവൻ ഇടതൂർന്നിരിക്കുന്ന ആ മുടി ദേവിയുടെ കേശമാണെന്ന് എവിടെ ആ മാനം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, ഇത് ദേവിയുടെ കേശമാണെന്നും അതിനകത്തെ ഈ താരകൾ മുഴുവൻ ദേവിയുടെ ഈ ചമ്പകവും അശോകവും പുന്നാകവുമായ പുഷ്പങ്ങളാണെന്നും എവിടെ കണ്ടാലും നമുക്ക് ആ ഓർമ്മ വരും. അതാണ്, അങ്ങനെ നിരൂപിച്ചോളൂ. അപ്പോ ഇതാണ് ചമ്പക, അശോക, പുന്നാക, സൗഗന്ധിക ലസത് കച. ഇങ്ങനെ ഉള്ള കചം കേശത്തോടു കൂടിയ ദേവിയാണ് ഇവിടെ. ഓക്കെ, അടുത്ത ശ്ലോകം എന്താണ്? കുരുവിന്ദ മണിശ്രേണി കനത്കോടി. ശ്ലോകമല്ല, നാമം.
കുരുവിന്ദ മണിശ്രേണി കനത്കോടീരമണ്ഡിത. ഇത് 14ാമത്തെ നാമമാണ് ദേവിയുടെ. ശ്ലോകത്തിലെ 4ാമത്തെ ശ്ലോകത്തിലെ 2ാമത്തെ നാമം 14ാമത്തെ നാമമാണ്. കുരുവിന്ദ മണിശ്രേണി. എന്താണ് കുരുവിന്ദം? കുരുവിന്ദ മണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി, രത്നങ്ങളാണെന്ന്. കുരുവിന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു തരത്തിലുള്ള മാണിക്യമാണ്. ചുവന്ന തരത്തിലുള്ള മാണിക്യം. പത്മരാഗം എന്നും പറയാം. പത്മരാഗം എന്ന് പറഞ്ഞാലും മാണിക്യം തന്നെ, ചുവന്ന നിറത്തിലുള്ള രത്നം തന്നെയാണ്. അപ്പോ ഈ മാണിക്യം ഉണ്ടാകാൻ 2 പ്രോസസ്സ് ഉണ്ട് അത്രേ. ഒന്ന്, സ്ഫടികത്തിൽ നിന്നും ആ ഭൂമിയിലെ പ്രോസസ്സ് കാരണം അത് മാണിക്യമായി മാറും. 2ാമത് കുരുവിന്ദം എന്ന് പറയുന്ന ഒരു സ്റ്റോൺ, അതിൽ നിന്നും ആ പ്രോസസ്സ് കാരണം ആ കുരുവിന്ദ മണിയായി മാറും. അപ്പോ ഇവിടെ അതിശ്രേഷ്ഠമായിട്ടുള്ളത് കുരുവിന്ദത്തിൽ നിന്ന് വരുന്ന മാണിക്യമാണ്. അപ്പൊ കുരുവിന്ദമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ കുരുവിന്ദം അതിശ്രേഷ്ഠമായിട്ടുള്ള മാണിക്യമണിയോട് കൂടിയിട്ടുള്ള എന്താണ്? കുരുവിന്ദ മണിശ്രേണി. ശ്രേണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശൃംഖലയായിട്ട് കൂട്ടമായിട്ട് കോർത്തെടുത്തിരിക്കുകയാണ്. എവിടെ? കനത് കോടീരമണ്ഡിത. കനത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലസത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കനത്ത് എന്ന് പറഞ്ഞാൽ തിളങ്ങാണ്. കനൽ എന്നൊക്കെ പറയില്ലേ അവിടെ? കനൽ സംസ്കൃതത്തിൽ തേന്ന് വളരെ കുറച്ച് യൂസ് ചെയ്യുള്ളൂ. കനൽ കോടീരമണ്ഡിത. അപ്പോ അങ്ങനെ തിളങ്ങാണ്, വെട്ടി തിളങ്ങുന്ന. എവിടെയാണുള്ളത്? കോടീരം. കോടീരം. ആദ്യം എന്താ കണ്ടേ? കേശം കണ്ടു കഴിഞ്ഞ നാമത്തില്. ഈ നാമത്തിൽ നമ്മള് ദേവിയുടെ കിരീടമാണ് കാണുന്നത്. അപ്പോ കോടീരം എന്ന് പറഞ്ഞാൽ കിരീടമാണ്. ആ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന കിരീടത്തില് കുരുവിന്ദ മണികളുടെ രത്നശ്രേണിയായിട്ട് ഇങ്ങനെ ചുവന്ന് തിളങ്ങുന്ന രത്നശ്രേണി. ഒന്ന് ആലോചിച്ച് നോക്കൂ ദേവിയെ പറ്റിയിട്ട്. ദേവി ഇങ്ങനെ ആ പിന്നെ വൈശന്യാദി ദേവകൾ നമുക്കിങ്ങനെ കാണിച്ചു തരാണ്. ആ ചിദഗ്നികുണ്ഡത്തിൽ നിന്നും ദേവി ഇങ്ങനെ പൊന്തി വരികയാണ്. ദേവിയുടെ കേശമാണ് ഇപ്പോൾ വർണ്ണിക്കുന്നത്. ആ കേശത്തുനിന്ന് പാദത്തിലേക്ക് പോവാണ്. അപ്പൊ ആ കേശം വർണ്ണിക്കുമ്പോൾ ആദ്യം നമുക്ക് കാണിച്ചു തരാണ് ആ കചം കാണിച്ചു തരാണ്. അത് കഴിഞ്ഞ് കചത്തിന്റെ താഴെ നമുക്ക് ആ കിരീടം കാണിച്ചു തരാണ്. ആ കിരീടത്തിലുള്ള എല്ലാ മണികളെയും കാണിച്ചു തരാണ് നമുക്ക്. കുരുവിന്ദ മണിശ്രേണി കനത് കോട്, എല്ലാം അൾട്ടിമേറ്റ് ആണ് ദേവിയുടെ. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം? ഒരമ്മ ഒരു വയസ്സായ കുട്ടിയെ ഒരുക്കുന്നു. നല്ല പീതാംബരവും മഞ്ഞപ്പട്ടും ഒക്കെ ഉടുപ്പിച്ച് ഒരു ഓടക്കോഴൊക്കെ കൊടുത്ത് ഒരു പീലിത്തിരുമുടിയൊക്കെ കെട്ടി കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത്. ഒരുക്കുന്ന അമ്മയ്ക്ക് ഒരാത്മസംതൃപ്തി, കാണുന്ന എല്ലാവർക്കും കൃഷ്ണന്റെ രൂപം മനസ്സിൽ തെളിയും. കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ? കുട്ടിക്ക് ഒന്നുമില്ല. കോണ കൊടുത്ത് ഒടിപ്പിച്ച് നടത്തിയാലും ഒരു വയസ്സായ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല. അപ്പോ അത് തന്നെയാണ് ഇതൊക്കെ അമ്മ നമ്മൾക്ക് കാണാൻ വേണ്ടിയും നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൗന്ദര്യങ്ങളും അങ്ങനെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ ആ അമ്മയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്തുകൊള്ളുക. അപ്പൊ ആ രൂപം ഒന്ന് നോക്കൂ, ഇങ്ങനെ എന്ത് ഭംഗിയായിരിക്കും കാണാൻ. ആ അരുണപ്രഭയില് ഇങ്ങനെ ആ കേശവും അതിലുള്ള ആ നിറയെ ചമ്പകാശുക പുന്നാകങ്ങളും ഉള്ളതും അതൊക്കെ ശോഭിക്കുന്ന ആ അമ്മയുടെ മുഖം ഒന്ന് നോക്കി. മുഖത്തിലേക്ക് വന്നിട്ടില്ലേ ഇനി? കുരുവിന്ദ മണിശ്രേണി കനത് കോടീരമണ്ഡിത. ഇനി നമ്മള് വീണ്ടും മുന്നിലോട്ട് 5ാമത്തെ ശ്ലോകം പറയാം നമുക്ക്. അഷ്ടമീ ചന്ദ്ര വിഭ്രാജതളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാപമൃഗനാഭി വിശേഷക. എല്ലാം 2 ശ്ലോകങ്ങളും 2 മന്ത്രങ്ങളും 16 അക്ഷരിയാണ്. മുറിക്കരുത്, ഇവിടെയും ഒരുപാട് തെറ്റുവരും. അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത എന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല. അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത. അപ്പോൾ അവിടെ ആ എന്നുള്ളത് ചൊല്ലുമ്പോൾ വരണം കൃത്യമായിട്ടും. അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത. അപ്പോ ദ എന്ന് പറഞ്ഞ് ആ എന്ന് കൃത്യമായിട്ട് പറയണം. അവിടെ എടുക്കുമ്പോ ആ പ്രോപ്പർ സ്ട്രെസ് കൊടുക്കണം. അപ്പോഴാണ് എന്താണത്? അഷ്ടമീ ചന്ദ്രൻ. ഇനിയോ പൂർണ്ണചന്ദ്രൻ. ആ പൂർണ്ണചന്ദ്രൻ അഷ്ടമിയിൽ എത്തുമ്പോഴാണ് അത്രേ കവികളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് പറയുന്നത്. അഷ്ടമി ചന്ദ്രൻ, അതും പൂർണ്ണതയിലേക്ക് എത്താനുള്ള അഷ്ടമി ചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത പക്ഷത്തിലെ അഷ്ടമിയിലെ ചന്ദ്രൻ ഏറ്റവും ഭംഗിയുള്ളതാണെന്നാണ് പറയുന്നത്. ആ കാരണം ആ ചന്ദ്രകല വളരെ ബ്രോഡായിട്ടുള്ള ചന്ദ്രകലയായിരിക്കും. അപ്പോ എന്നാലോ മുഴുവനായിട്ടും ഉണ്ടാവില്ല. അപ്പോ അഷ്ടമി ചന്ദ്ര വിഭ്രാജ അളികസ്ഥല ശോഭിത. അപ്പോ അളികസ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റിത്തടം. അപ്പോ കിരീടം കഴിഞ്ഞു, ഇനി അടുത്തത് എന്താണ്? നെറ്റിത്തടം ദേവിയുടെ ഇങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പൊ ആ നെറ്റിത്തളം എങ്ങനെയാണ്? ശോഭിക്കുകയാണ്. അത് എങ്ങനെയാണ് ശോഭിക്കുന്നത്? അഷ്ടമി ചന്ദ്ര ബിഭ്രാജത്.
ഇവിടെ ബിഭ്രാജത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന എന്നാണ് അർത്ഥം. അളിക സ്ഥലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടമാണ്. അപ്പൊ ആ നെറ്റിത്തടം എങ്ങനെയാണ്? 8 കലകളോടുള്ള അഷ്ടമിയിലെ ചന്ദ്രനെ പോലെ ഇങ്ങനെ ശോഭിക്കുകയാണ്. അപ്പൊ ദേവിയുടെ ആ ചന്ദ്രൻ, ആ നെറ്റിത്തടം കണ്ടു കഴിഞ്ഞാൽ അഷ്ടമിയിൽ ആ വിശാലനായിരിക്കുന്ന ആ ചന്ദ്രനാണോ എന്ന് തോന്നുന്ന അത്രയും മനോഹാരിതയാണ് ദേവിയുടെ ആ മുഖത്തിന് തോന്നുന്നത്. അപ്പോ ഇവിടെ ദേവിയുടെ സൗന്ദര്യത്തിന്റെ ആ ഭംഗി, ആ ചന്ദ്രനാണെന്ന് വെച്ചാൽ കുളിർമയുടെ, ശീതളിമയുടെ ഒക്കെ പര്യായമാണ്. ആ ചന്ദ്രനെയാണ് ആ ദേവിയുടെ നെറ്റിത്തലത്ത് നമുക്ക് കാണുന്നത്. നോക്കൂ, നമ്മൾക്ക് ദേവിയെ എത്ര സന്തോഷത്തോടു കൂടി ധ്യാനിക്കാം എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഇവിടെ അങ്ങനെ കാണുന്ന ആ അഷ്ടമി ചന്ദ്രൻ പോലത്തെ നെറ്റിത്തലത്തോട് കൂടിയിട്ടുള്ള ആ ദേവിക്ക് നമസ്കാരം. അഷ്ടമി ചന്ദ്ര ബിഭ്രാജ, അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഷ്ടമിയിലെ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന അളിക സ്ഥലം, നെറ്റിത്തടത്തോട് കൂടിയിട്ടുള്ള ദേവി എന്നാണ് ഇവിടെ അർത്ഥം. ഓക്കെ, അടുത്ത ഈ ശ്ലോകത്തിൽ തന്നെ ദേവിയുടെ അടുത്ത നാമം 16ാമത്തെ നാമമാണ് മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. ഇവിടെയും ഒരുമിച്ച് വായിക്കണം ഈ നാമം. മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. ഇവിടെ എന്താണ്? മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. മുഖം എങ്ങനെയാണ് ദേവിയുടെ? അപ്പോ മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. അപ്പോ ദേവിയുടെ ഈ മുഖത്തുള്ള ഈ ചന്ദ്രനിലെ കളങ്കം, ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന് ഒരു കളങ്കമുണ്ട്. ആ കളങ്കം ഒരു മുയലിന്റെ പോലെയാണ് എന്നാ പറയാ. അതുകൊണ്ട് ചന്ദ്രന് ഒരു പര്യായമുണ്ട്. എന്താണ്? ശശി എന്ന് പറയും ചന്ദ്രനെ. അപ്പോ ശശം എന്ന് പറഞ്ഞാൽ മുയലാണ്. അപ്പൊ ശശിധരൻ എന്ന് പറഞ്ഞാൽ ശശിയില്ല, ശശി ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈവൻ ശശിധരൻ എന്ന് പറഞ്ഞ് നമ്മള് ശിവന്റെ പര്യായം പറയുമ്പോഴും, അപ്പോൾ ശശി എന്ന് ചന്ദ്രനെ പറയുന്നത് ശശത്തെ ഇങ്ങനെ വെച്ചിരിക്കുന്ന, അതല്ലെങ്കിൽ ശശം തന്റെ കളങ്കമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ചന്ദ്രനെയാണ് ശശി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ശശിയുടെ ശശാങ്കൻ എന്നും ചന്ദ്രനെ പറയും. അംഗം ഇവിടെ ആ കളങ്കത്തിന്റെ ഇങ്ങനെ ഒരു മാർക്ക് പോലെയാണ്. നമ്മൾ പറയില്ലേ അങ്കിതമാവുക എന്ന് പറയും. അങ്കിതം എന്ന് പറഞ്ഞാൽ മാർക്ക്, അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയാളം. അപ്പൊ ആ ശശത്തിന്റെ അടയാളം ഉള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്? ശശാങ്കൻ എന്ന് ചന്ദ്രന് പര്യായമാണ് വരുന്നത്. ശശി എന്നും ശശാങ്കൻ എന്നും ഒക്കെ. അപ്പോ ഈ ഒരു കളങ്കം ചന്ദ്രന്റെ ശോഭയെ വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. അതുപോലെ ചന്ദ്രന്റെ ആ കളങ്കം പോലത്തെ ഒരു മുഖത്ത് എന്താണ് ദേവിയുടെ ഉള്ളത്? മൃഗനാഭി വിശേഷക. എന്താണ് ആ കളങ്കം? ദേവിയുടെ മുഖത്തെ ശോഭിക്കുന്ന ആ മുഖത്തെ ആ എന്താണ് ആ വിശേഷകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറി അല്ലെങ്കിൽ തിലകം എന്നാണ് അർത്ഥം. എന്താണ്? മൃഗനാഭി വിശേഷകയാണ് ദേവി അണിഞ്ഞിരിക്കുന്നത്. മൃഗനാഭി എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ്. കസ്തൂരി മൃഗത്തിന്റെ നാഭിയിൽ നിന്നാണ് അതിമനോഹരമായിട്ടുള്ള ആ കസ്തൂരി എടുക്കുന്നത് അത്രേ. അപ്പൊ ആ കസ്തൂരി എടുത്തിട്ട് അതുകൊണ്ടുള്ള തിലകമാണ്, വിശേഷകമാണ് ദേവി തൊട്ടിരിക്കുന്നത്. അപ്പോ ആ ചന്ദ്രബിംബത്തിലെ കളങ്കം പോലെ അങ്ങനെ ദേവിയുടെ മുഖത്ത് ശോഭിക്കുകയാണ് ഈ കസ്തൂരി തിലകം. മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. അപ്പോ ഈ മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ മൃഗനാഭി എന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം നാഭിയിലാണ് ഈ കസ്തൂരി ഉള്ളത് എന്ന് മാനിന് അറിയില്ല. അപ്പൊ മാനിന്റെ കർണങ്ങളിലൂടെയും നാസാരന്ധ്രങ്ങളിലൂടെയും വായിലൂടെയും ഒക്കെ ഈ കസ്തൂരി ഗന്ധം ഇങ്ങനെ വ്യാപിക്കത്രേ. അപ്പോൾ മാൻ ഈ കസ്തൂരിയുടെ മണം പിടിച്ച് നടക്കും. ഇത് എവിടെയാണ് 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 എന്ന് ആലോചിച്ചിട്ട്. നോക്കൂ, നമ്മളുടെ അകത്ത് തന്നെ ആ ദേവി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ആ ദേവിയെ നമ്മൾ പുറത്തൊക്കെ തെരഞ്ഞു നടക്കുകയാണ്. അപ്പോ ഇത് തന്നെ കസ്തൂരി ഗന്ധം അന്വേഷിച്ച് നടക്കുന്ന ഒരു മാനിനെ പോലെ നമ്മളെ ആ കസ്തൂരി നമ്മളോട് ഓമിക്കുകയാണ്. നിങ്ങൾ ഈ മനസ്സിനകത്ത് തന്നെ ദേവിയെ കണ്ടെത്തൂ എന്ന്. ഇവിടെ ഒരു ചെറിയ കഥ സൂചിപ്പിക്കാൻ രാമകൃഷ്ണ പരമഹംസര് എപ്പോഴും പറഞ്ഞു കൊടുത്തിരുന്നതാണ് ശിഷ്യന്മാർക്ക്. എത്ര ഒരു വയസ്സായ വൃദ്ധ, ധാരാളം അവർക്ക് ജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആർക്കും അറിയില്ല. അപ്പോ ഒരു ആശ്രമത്തിൽ കുറെ മുനികുമാരന്മാരൊക്കെ പഠിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ വൃദ്ധ ഒരു ദിവസം അവരുടെ മുറ്റത്ത് പോയിട്ട്, ഈ വൃദ്ധയുടെ കുടിൽ അതിൻ്റെ അടുത്ത് തന്നെയാണ്, അവിടെ പോയിട്ട് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണൊന്നും കാണില്ല നേരെ. കുറേ നേരം തെരഞ്ഞ്
ഇവര് ഇങ്ങനെ നോക്കുമ്പോൾ ഇവരെല്ലാവരും വന്ന് അവിടെയുള്ള ആളുകളൊക്കെ വന്ന് ചോദിക്കും ഇവരോട് എന്താ തിരയുന്നത്. അപ്പൊ എൻ്റെ ഒരു സൂചി പോയി ഇവിടെ എന്ന് പറയാത്രേ, പുറത്ത് കാണാനില്ല. എവിടെ സൂചി പോയത് അമ്മേ എന്ന് ചോദിച്ചപ്പോ അത് അകത്താണ് പോയത് എന്ന് പറഞ്ഞു. കുട്ടിയുടെ അകത്താത്രേ പോയത് സൂചി. അപ്പൊ പിന്നെ ഇവിടെ ഒന്ന് തിരയണ എന്താ, അകത്തല്ലേ തിരയേണ്ടത്, അപ്പൊ അകത്തൊക്കെ ഇരുട്ടാണ്, വെളിച്ചമില്ല, അതുകൊണ്ട് പുറത്തു വന്ന് തിരയാണെന്ന് പറഞ്ഞു. അപ്പോ ഇവർ ചോദിച്ചു അങ്ങനെ ചെയ്ത എങ്ങനെ കിട്ടുക. അപ്പോ ഈ സാധ്വി അവരോട് ചോദിച്ചു, ഈ ആളുകളോടും ഈ പഠിക്കാൻ വന്ന കുട്ടികളോടും ഒക്കെ, നിങ്ങൾ ഈ ഭഗവാനെ തെരഞ്ഞ അമ്പലത്തിലും അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നു പല സ്ഥലത്തും, എന്തുകൊണ്ടാണ് സ്വയം നിങ്ങളൊന്നും ഉള്ളിൽ തിരയുന്നില്ല, അകത്ത് ഇരുട്ടാണ്, അവിടെ തിരയുന്നില്ല, അതുകൊണ്ട് ഞാനും കരുതി എനിക്ക് അകത്തിരുട്ടാണ്, ഞാൻ പുറത്തു വന്ന് തിരഞ്ഞാൽ എനിക്കിത് കിട്ടും എന്ന് കരുതിയിട്ടാണ് ഞാൻ തിരയുന്നതെന്ന് അവരൊരു വ്യംഗ്യാർത്ഥത്തില് ഇങ്ങനെ പറഞ്ഞു. അപ്പോ ഇതുപോലെയാണ് ഇപ്പൊ നമ്മളൊക്കെ ഈ ദൈവത്തിനെ അന്വേഷിക്കുന്നതും ആത്മജ്ഞാനത്തിനെ അന്വേഷിക്കുന്നതും ഒക്കെ. അപ്പൊ അത് സ്വയം അകക്കാമ്പിൽ തന്നെ നമ്മൾ നോക്കണം, ആ ജ്ഞാനദൃഷ്ടിയില് മഗ്നനായിട്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി ഇവിടെ നമുക്ക് ഈ മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭി വിശേഷക എന്നുള്ള അവസ്ഥയിൽ ദേവി സൂചിപ്പിച്ചു തരുന്നു. അപ്പൊ ഈ രണ്ട് നാമമന്ത്രങ്ങളുടെയും അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഇനി അടുത്ത അർത്ഥത്തിലേക്ക് പോവാം, ശ്ലോകത്തിലേക്ക് പോവാം. ശ്ലോകം ഇന്ന് കുറച്ചധികം ശ്ലോകങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോവും. അടുത്തത് ശ്ലോകം 6 ആറാമത്തെ ശ്ലോകത്തിലോ വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മീ പരീവാഹ ചലന്മീനാഭലോചന. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക ഒറ്റ നാമമാണ്. വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭ ലോചന ഒറ്റ നാമമാണ്. അപ്പോ വക്രലക്ഷ്മി പരീവാഹ ചലന്മീ നാഭലോചന എന്നൊന്നും പറയരുത്, ചലൻ മീനാഭലോചന എന്നാണ്. അത് നമ്മൾ അർത്ഥം പറയുമ്പോൾ വളരെ ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് എഴുതും ചെയ്തിരുന്നു, അത് വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. അപ്പോ 17ാമത്തെ നാമമാണ് വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. വളരെ എത്ര ഗംഭീരമാണ് ഈ ഉപമകളൊക്കെ, അറിയോ? നമുക്ക് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ സാഹിത്യ ഭംഗിയിൽ തന്നെ നമ്മൾ വീണു പോകും. വദനസ്മരമാംഗല്യ ഗൃഹത്തോ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ചന്ദ്രബിംബത്തിലെ കളങ്കം പോലത്തെ കസ്തൂരി തിലകം അണിഞ്ഞിട്ടുള്ള ദേവി, എങ്ങനെ ചിന്തിക്കാൻ പറ്റും, എങ്ങനെ മറക്കും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ? ഉപമ കാളിദാസസ്യ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ വശന്യാദി ദേവകളുടെ ഒക്കെ ഉപമയില് അതൊന്നും അടുത്തുപോലും വരില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കുക, അതിന്റെ സാഹിത്യ ഭംഗി കൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കും. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയോ? തിരിച്ചറിവുണ്ടാവും നമുക്ക്. നമ്മൾ അർത്ഥം പഠിക്കാതെ വായിച്ചു കഴിഞ്ഞാൽ കാണാപ്പാടം നമ്മൾ വിളക്ക് കൊളുത്തിയിട്ട് ചൊല്ലും. അപ്പൊ നമ്മൾ അയ്യോ താഴ്ത്തു പോയ മകൻ എപ്പോഴാ വരിക, അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടേ, ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും മനസ്സ്. പെട്ടെന്നാണ് നമുക്ക് വദനസ്മരമാംഗല്യ ഗൃഹത്തോ അതിന്റെ അർത്ഥം പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ നമ്മൾ അവിടുന്നൊക്കെ വിട്ട് വീണ്ടും ദേവിയിലെ തിരിച്ചറിവ്, അറിവല്ല വേണ്ടത്, തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. വളരെ വ്യത്യാസം രണ്ടും തമ്മില്, അറിവും തിരിച്ചറിവും. അപ്പോ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആവട്ടെ ഈ നമ്മുടെ പഠനം എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ വദനസ്മരമാംഗല്യം വളരെ മനോഹരമാണ് കേട്ടോ. സ്മരൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, മനസ്സിൽ ഉറപ്പിച്ചോളൂ. സ്മരൻ ഇനിയും വരും ഈ മറ്റുള്ള ശ്ലോകങ്ങളിലും. സ്മരൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ. നോ, വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. ഇനിയിപ്പോ എന്താ പറഞ്ഞത്? കജം പറഞ്ഞു, കിരീടം പറഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? നമ്മളെ നെറ്റിത്തടം പറഞ്ഞു, അളികസ്ഥലം പറഞ്ഞു. ഇനി നേരെ താഴ്ത്തു വരുന്ന എന്താണ്? പുരികം. അപ്പൊ പുരികത്തിനെ ധാരാളം ആളുകള് പുരികത്തിനെയൊക്കെ വളരെ ഗംഭീരമായിട്ട് സാഹിത്യകാരന്മാരൊക്കെ പറയാറുണ്ട്. പുരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞിരിക്കണം എന്നുള്ളതൊക്കെ അതിന്റെ ലക്ഷണമാണ്, സാമുദ്രിക ശാസ്ത്രത്തിലെ ലക്ഷണങ്ങളാണ്. സൗന്ദര്യത്തിനെ പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ സാമുദ്രിക ശാസ്ത്രത്തിന്റെ തർജ്ജമ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ പറ്റും. അപ്പോ ഇവിടെ വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക, സ്മരന്റെ വദനം, അത് ആ വദനമാകുന്ന സ്മരൻ എന്ന് പറഞ്ഞാൽ കാമദേവന്റെ വദനമാകുന്ന ആ മാംഗല്യഗൃഹം. അപ്പോ സ്മരന്റെ മാംഗല്യഗൃഹം, ആ സ്മരന്റെ മാംഗല്യഗൃഹത്തില് 2 കമാനം പോലെ ഇരിക്കുന്ന, അപ്പൊ സ്മരൻ കാമദേവന്റെ മംഗലഗൃഹം എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ഗംഭീരമായിരിക്കും എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും.
അതുപോലെ ആ ഒരു ആ ആ മുഖത്തുള്ള ആ 2 പുരികക്കൊടികള് ഇങ്ങനെ ആ കാമദേവന്റെ ആ മംഗലഗൃഹത്തിലെ തൂക്കിയിരിക്കുന്ന തോരണങ്ങളെ പോലത്തെ അല്ലെങ്കിൽ കമാനങ്ങളെ പോലത്തെ 2 പുരികക്കൊടികളാണ് ദേവിയുടെ. എത്ര മനോഹരമായിട്ടുള്ള ഒരു വീടിന്റെയും ആദ്യത്തെ വാതിൽ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. അപ്പൊ വദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രവേശനമാണ് ഇവിടെ കാണിക്കുന്നത് ആ ഗൃഹത്തിന്റെ. അതിന്റെ ആ കമാനാകൃതിയിലുള്ള ആ എന്താ നമുക്ക് പറയാ, ആ കമാനം അല്ലെങ്കിൽ ആ തോരണം തന്നെ ആ വാതിലിന്റെ എൻട്രൻസില് അതുപോലെ ആ അലങ്കാരത്തിൽ വളരെ ഭംഗിയായിരിക്കുന്ന 2 പുരികക്കൊടികൾ. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. അങ്ങനെ സ്മരന്റെ മംഗലഗൃഹത്തിന്റെ ആ മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന തോരണങ്ങളെ പോലെ അല്ലെങ്കിൽ കമാനങ്ങളെ പോലെ മനോഹരമായിട്ടുള്ള വളഞ്ഞ 2 ചില്ലിയുഗളങ്ങളാണ് ദേവിയുടെ എന്നാണ് പറയുന്നത്. ഗൃഹതോരണ ചില്ലിക എന്നാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഈ അർത്ഥമൊക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വായിക്കുമ്പോഴേ നമുക്ക് ആ ചില്ലികകൾ ഓർമ്മ വരും ഗംഭീരമായിട്ട്. അപ്പോ ഈ ശ്ലോകത്തില് നമുക്ക് ആ സൗന്ദര്യത്തിന്റെ ആ മുഴുവൻ മൂർത്തിമത് ഭാവവും കിട്ടുന്നുണ്ട്. ഇനി പുരികത്തിന്റെ താഴത്ത് വന്നാലോ, വക്ത്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന. തൊട്ട് താഴെ കണ്ണുകളാണ്. ഇവിടെയോ വക്ത്രലക്ഷ്മി. വക്രം എന്ന് പറഞ്ഞാൽ മുഖാംബുജം തന്നെയാണ് ദേവിയുടെ. ദേവിയുടെ മുഖാംബുജത്തെ, ആ വക്ത്രത്തെ ലക്ഷ്മിയാണ്, മുഖശ്രീയാണ് അല്ലെ വക്ത്രലക്ഷ്മി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ മുഖകാന്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വക്ത്രലക്ഷ്മി എന്നുള്ള പദത്താൽ. അപ്പോ ദേവിയുടെ മുഖം, ആ വക്ത്രലക്ഷ്മി എങ്ങനെയാണ്? ആ ലക്ഷ്മിയുടെ ആ മുഖാംബുജത്തിലെ പരീവാഹ, ആ കാന്തി ഇങ്ങനെ ഒഴുകുകയാണ്. പരീവാഹം എന്ന് പറഞ്ഞാൽ ജലസ്രോതസ് എന്നാണ് അർത്ഥം. ഒഴുകുന്ന ഒരു ജലസ്രോതസ്സിനെയാണ് പരീവാഹം എന്ന് പറയുന്നത്. അപ്പോ ആ മുഖകാന്തി ഇങ്ങനെ ഒഴുകുകയാണ് ദേവിയുടെ മുഖത്തുനിന്ന്. എന്നിട്ടോ ആ ഒഴുകുന്ന ആ മുഖകാന്തിയില് ചലൻ മീനാഭലോചന. ലോചനങ്ങൾ എങ്ങനത്തതാണ്? കണ്ണുകള് ചലൻ, സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന മീനുകളെ പോലത്തെ ആഭയുള്ള 2 കണ്ണുകളാണ് ദേവിയുടെ. എന്താണ്? ആലോചിച്ച് നോക്കൂ ഉപമ. ഇതൊന്നും ഏത് അലങ്കാരമാണോ എന്നും പറയാൻ പറ്റില്ല, അത്രയും ഗംഭീരമാണ്. അപ്പോ ദേവിയുടെ മുഖത്തെ ആ വക്ത്രത്തിലെ, ആ വദനാരവിന്ദത്തിലെ ആ ശ്രീ, ആ ശോഭ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗംഗാപ്രവാഹം പോലെ അതിനകത്തുള്ള ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്ന മീനാഭ, ആ മീൻ ആഭയുള്ള 2 മീനുകളെ പോലത്തെ സദാ ചലിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണുകളാണ്, നേത്രങ്ങളാണ് ദേവിയുടെ എന്ന്. അപ്പോ ഇതാണ് അതിന്റെ അർത്ഥം. ഇനിയോ, എന്തുകൊണ്ടാണ് ഇവിടെ ആ വക്ത്രലക്ഷ്മിയില് ഇങ്ങനെ ഈ മീനുകളെ പോലത്തെ കണ്ണുകൾ എന്ന് പറയാൻ കാരണം? ഇവിടെ നമ്മള് ശിവനും ശക്തിയുമാണ്. ശിവനെ നമ്മൾ നോക്കി നോക്കൂ. ശിവന്റെ അടുത്ത് പോകുമ്പോ ദൃഷ്ടി നാസാഗ്രത്തിൽ ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ആ മന്ത്ര രൂപമണിഞ്ഞിട്ട് ഇങ്ങനെ ദീക്ഷയിലിരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അർദ്ധനിമീലിതമായ നേത്രങ്ങളാൽ ഇരിക്കുന്ന, ശാംഭവി മുദ്രയിലിരിക്കുന്ന ശിവനെ ഒന്ന് ഓർത്തു നോക്കൂ. ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ തന്നെ ദൃഷ്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പതുക്കെ 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 ഉൾവലിയും എല്ലാം. പിന്നെ ബാഹ്യമായിട്ടുള്ള കാഴ്ചകളൊക്കെ ബന്ധാവും. ബാഹ്യമായിട്ടുള്ള ഒരു കാഴ്ചകളും ഉണ്ടാവില്ല ഇങ്ങനെയെങ്കിൽ. അപ്പോ ശിവൻ ശാംഭവി മുദ്രയിൽ ഇരിക്കുന്നത് കുമാരസംഭവത്തില് കാളിദാസൻ വളരെ മനോഹരമായിട്ട് തന്നെ ഇത് വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ധ്യാന നിരതനായിരിക്കുന്ന ആ കൃഷ്ണൻ ശാംഭവി മുദ്രയിലിരിക്കുന്ന ശിവനെ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ശക്തി. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞ ശിവ ശക്തിയായുക്തോ, ചലിക്കാൻ പോലും പറ്റില്ല ശിവനെ എന്ന് പറയുന്നതിന്റെ കാരണമേ ഇതാണ്. കാരണം സദാ ചലിച്ച് ഈ തൻ്റെ എല്ലാ പ്രജകളെയും ഇങ്ങനെ നോക്കി, ആ കൺകുളിർക്കി അവരെ നോക്കി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന 2 കണ്ണുകളാണ് ദേവിയുടെ എന്നാണ് ഇവിടെ ഒരർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സദാ ചലിച്ച ദേവിയുടെ ദൃഷ്ടിയിൽ നിന്നും ഒരു നിമിഷം പോലും നമ്മൾക്കാർക്കും മോചനമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അർത്ഥം ഇവിടെ. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഓർത്തോളൂ, നമ്മൾ പറയില്ലേ, തോന്നിവാസം കാണിക്കുമ്പോൾ അടക്കപ്പുറത്തെ തൂണിനെ ഓർക്കണം എന്ന് പറയും. അപ്പോ ഇവിടെ തൂണിനെ ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല. എന്താണ് നമുക്ക് ഓർക്കണ്ടുള്ളൂ? ആ ദേവിയുടെ ചലന്മീനാഭലോചന, അതിങ്ങനെ ചലിച്ചുകൊണ്ട് നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് എപ്പോഴും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദൃശ്യങ്ങളും
ദേവിയുടെ കണ്ണുകളുടെ ചലനം മൂലമാണ് നമുക്ക് കിട്ടുന്നത് എല്ലാ ദൃശ്യങ്ങളും. ഇതാണ് ഈ ചലൻ മീനാഭലോചന എന്ന് പറയുന്നത്. പിന്നെ പല മീനുകളും അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കും ഇത്ര അതിന്റെ മുകളിൽ, അടുത്ത മാറാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരിക്കലും മീനിന്റെ കണ്ണ് വെട്ടില്ല മീന്. അപ്പൊ മീനിന്റെ ആ കണ്ണുകളിൽ നിന്നുള്ള ആ മക്കൾക്ക് ആ ഊർജം പകർന്നു കൊടുക്കുകയാണെന്നുള്ള എന്നാ പറയുന്നത്, വേഗം വിരിഞ്ഞു വരാൻ, അങ്ങനെ നോക്കി വിരിയിപ്പിക്കാന്നാണ് പറയുക നമ്മള് സാഹിത്യത്തിലൊക്കെ മീനുകളെ. അപ്പോ അതുപോലെ നമ്മളെ ഇങ്ങനെ നോക്കി ദേവി നമ്മളെയൊക്കെ ഇങ്ങനെ പരിപാലിക്കുകയാണ്. ഇങ്ങനെ ആ ഒരു മീൻ എങ്ങനെ അതിൻ്റെ മുട്ടയിൽ വിരിയിക്കാൻ വേണ്ടി ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നു, അതുപോലെ നമ്മളെ എല്ലാം അങ്ങനെ വിരിയിച്ചെടുത്ത് പാകപ്പെടുത്താൻ, പരിപക്വമാക്കാൻ നമ്മുടെ മനസ്സിനെയൊക്കെ ദേവി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു അർത്ഥം കൂടി ഈ ചലിക്കുന്ന നേത്രങ്ങൾക്കുണ്ട്, സദാ ചലിക്കുന്ന നേത്രങ്ങൾക്കുണ്ട്. പിന്നെയോ ഇങ്ങനെ വേറൊരു അർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, പിന്നെ ദേവി നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടു. ഇനിയോ ദേവി എപ്പോഴെങ്കിലും എപ്പോഴും നമ്മളുടെ കണ്ണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം എന്താണ്? നമ്മൾ വ്യാകുലപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് എന്തോ ഒരു ആശങ്കയുണ്ട്, ദേവിയുടെ ആശങ്ക. എന്നിട്ടോ അപ്പൊ ആശങ്കപ്പെട്ടിട്ട് നമ്മള് ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആശങ്കപ്പെട്ടിരിക്കുക. അപ്പൊ ദേവി ഇങ്ങനെ ആശങ്കയോടുകൂടി നമ്മളെ നോക്കുകയാണ്, എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ എന്നുള്ള ഒരർത്ഥം. മറ്റൊരർത്ഥം, ദേവി പ്രതീക്ഷിച്ചിരിക്കുകയാണ് തൻ്റെ മക്കളെ. എങ്ങനെയാണ്? തൻ്റെ മക്കള് തന്നിൽ നിന്നും അകന്നു പോകുന്ന ഒരമ്മ ഇപ്പോ രാവിലെ പോയി കാണാനില്ല കുട്ടി എന്ന് വെച്ചാൽ ആ അമ്മ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും, നോക്കിയിരിക്കും, ഇങ്ങനെ ആ വഴി കൂടെ വരുന്നുണ്ടോ, ഈ വഴി കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പോ ഇവിടെ ദേവി അതുപോലെ തന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്ന, തന്നെ മറന്നു പോയിരിക്കുന്ന തൻ്റെ ഭക്തരെ, അവരെ എപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്, എന്നാൽ അവരെ ആശീർവാദം കൊടുത്ത് എന്നിലേക്ക് തന്നെ ആകർഷിക്കണം എന്ന് കരുതി അവരെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു നേത്രം കൂടിയാണ് ഇവിടെ ഈ ചലന്മീനാഭലോചന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഇവിടെ നമുക്ക് പറയാം. അപ്പോ ഇതിന്റെ ഭംഗി ആസ്വദിക്കൂ, അതിനുശേഷം അതിന്റെ അർത്ഥം ആസ്വദിക്കൂ. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്ത്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന. അപ്പോ ആ രണ്ട് ശ്ലോകങ്ങളും നമ്മൾ ഇന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് 7ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേവിയുടെ എല്ലാ കൃപയും ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദേവിയുടെ ചരണാരവിന്ദങ്ങളിൽ എല്ലാ സുമനസ്സുകളുടെയും പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.